ഒരു നല്ല വാർത്തയിലേക്കാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് മലപ്പുറത്തെ ഒരു സർക്കാർ വിദ്യാലയം. ആരെയും അതിശയിപ്പിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച മേൽമുറിയിലെ മുട്ടിപ്പടി സെൻട്രൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ ഹൈടെക് കെട്ടിടമാണ് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ടൊക്കെ കണ്ടു. ഞാനിരിക്കുന്നതൊരു ക്ലാസ് മുറിയിലാണ്. സർക്കാർ സ്കൂളിൻ്റെ ക്ലാസ് മുറിയാണെന്ന് പ്രത്യേകം പറയണം. കാരണം അതിനനുസരിച്ചുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ക്ലാസ് മുറിയാണ് ഇപ്പോൾ മലപ്പുറം മേൽമുരിയിലെ GMLP സ്കൂളിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഈ സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും പൂർണ്ണമായും ശീതീകരിച്ച സംവിധാനമാണ്. ഡിജിറ്റൽ സ്ക്രീനുകളുണ്ട്, ഇൻ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പീക്കർ സംവിധാനങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ അത്യാധുനികമായ ലൈറ്റിംഗ് സംവിധാനങ്ങളും ഫാനുകളും ഒക്കെ എല്ലാ ഡിജിറ്റൽ ബോർഡുകളടക്കമുള്ള ഡിജിറ്റൽ സ്ക്രീനുകളടക്കമുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു ക്ലാസ് മുറിയാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനൊരു സ്വപ്നത്തിലേക്ക് വരുന്നത്? ഈ സ്കൂൾ 100 വർഷം പഴക്കമുള്ള സ്കൂളാണ്. കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ബിൽഡിങ് പൊളിഞ്ഞു ചാടിയതിൻ്റെ ഭാഗമായി അൺഫിറ്റാക്കി, അഥവാ ആ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തൽക്കാലം ഞങ്ങളൊരു വാടക കെട്ടിടത്തിലാണ് ഈ സ്കൂളുള്ളത്. ഏതായാലും പുതിയൊരു സ്കൂൾ കെട്ടിടം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളൊരു പുതിയ സ്ഥലം കണ്ടെത്തി ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യം നഗരസഭ ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിലുണ്ടാക്കി. അപ്പോൾ മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് മാത്രം പോരാ, പുതിയ കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റുകൾ അറിയുന്ന ഞങ്ങൾ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആർക്കിടെക്ട്സിൻ്റെ കൂടി ഒരു സപ്പോർട്ട് ഈ വിഷയത്തിൽ നേടി. ഒരു ഹൈ എൻഡ് അഥവാ എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിജിറ്റൽ ക്ലാസ് റൂം അഥവാ ലാപ്ടോപ്പ് ബേസിലാണ് നമ്മുടെ ഈ കുട്ടികളുടെ മുഴുവൻ ഇവിടെ ക്ലാസ് നടക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് അഡ്രസ് സിസ്റ്റം, അങ്ങനെ തുടങ്ങി ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അതിൻ്റെ ക്ലാസ് സൗകര്യങ്ങൾ എന്തൊക്കെയാണോ കൊണ്ടുവരാൻ കഴിയുക അതൊക്കെയും പ്ലാൻ ചെയ്ത് അതെല്ലാം എന്തെല്ലാമാണോ ഡ്രീം ചെയ്തത് അത് അതിൻ്റെ അതേ അർത്ഥത്തിൽ വലിയ സമയമെടുക്കാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 5,58,00,000 രൂപയാണ് ലാൻഡ് കോസ്റ്റ് ഉൾപ്പെടെ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഇതിൽ 5,08,00,000 മലപ്പുറം നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തത്. ഒരു 50 ലക്ഷം രൂപ മലപ്പുറത്തിൻ്റെ MLA ശ്രീ ഉബൈദുള്ള MLAയുടെ ഫണ്ട് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. ശരിക്കും നമ്മുടെ ഈ സമൂഹത്തിൽ 2 തരം കുട്ടികളെ സൃഷ്ടിക്കുന്നതിൽ വരെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് പങ്കുണ്ട്. വാർഡ് കൗൺസിലറാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയൊക്കെ? വളരെ സന്തോഷത്തിലാണ്. അതായത് 100 വർഷം പഴക്കമുള്ള ഈ സ്കൂളിന് നമുക്ക് ഈ ഒരു 5 വർഷം കൊണ്ട് വലിയൊരു മാറ്റം, ഈ വലിയ വികസനം നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിന് തന്നെ മാതൃകയായി, അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി, രാജ്യത്താദ്യമായി എല്ലാ ക്ലാസ് റൂമുകളും ശീതീകരിച്ച ഒരു സർക്കാർ വിദ്യാലയം മലപ്പുറത്ത് ഒരുങ്ങിയിരിക്കുന്നു. പല കാര്യങ്ങൾക്കും മാതൃകയായിട്ടുള്ള മലപ്പുറം പുതിയൊരു വിദ്യാലയ രംഗത്ത് തന്നെ ഒരു പുതിയൊരു മാറ്റം, ഒരു മാതൃക തീർത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. അഷ്കറിന്റെ റിപ്പോർട്ടും കൊള്ളാം.